ഹായ് ഫ്രണ്ട്സ്, പാപ്പയാണ്. അപ്പോഴേ നമ്മുടെ കളറോട് നമ്മുടെ അമൽ ബ്രോയൊക്കെ വളർത്തുന്ന വരാൽ ഇട്ടിരിക്കുന്ന കുഴി പറ്റിക്കുക കേട്ടോ. അതിപ്പം പറ്റി വരും. അപ്പോൾ അമൽ ബ്രോയും നമ്മുടെ ഉണ്ണിയും കൂടെയാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് കേട്ടോ. അവരെന്താണ് അപ്പം ഈ അമൽ ബ്രോ ഒക്കെ ഇട്ടിരിക്കുന്ന ഈ വരാലിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായി അവർ മീൻ വളർത്തുന്നത് എന്തായി നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മനഃപൂർവ്വം പറയാതെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടായിരുന്നു. ഇത് ഞങ്ങളൊന്ന് കോരിയത്, സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളൊന്ന് കോരിയിട്ട് ഞങ്ങൾക്കൊരു 25 കിലോ വരാലേ കിട്ടിയുള്ളൂ. 20,000 കുഞ്ഞിനെ അങ്ങാണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട അല്ലേ? 25,000 കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്ത് ഇട്ട. എന്നിട്ട് നമ്മൾ കോരിയിട്ട് ഒരു 25 കിലോ വരാലായി കേട്ടെ. അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതായത് 1.5 ആൾ വെള്ളം ഉണ്ടായിരുന്നു. അതായത് ഈ മാവിൻ്റെ എൻഡ് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ എൻഡ് വരെ വെള്ളം ഉണ്ടായിരുന്നു. അത് ഈ കുളം കവിയാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കോരിയത്. അന്ന് ഞങ്ങൾ ഒരു വലയല്ല, അന്ന് ഞങ്ങൾ 2 വല കോരി, 2 പ്രാവശ്യം കോരി. അന്ന് തന്നെ 2 പ്രാവശ്യം കോരി. ആദ്യം പറ്റുവലയ്ക്കൊന്ന് കോരി നോക്കി, അത് കഴിഞ്ഞ് പിന്നെ തെളിവലയ്ക്കൊന്ന് കോരിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വരാലൊരു 10, 20, 25 കിലോ 30 കിലോ അടുത്ത് വരാലേ കിട്ടിയുള്ളൂ. പിന്നെ അപ്പാപ്പിയുടെ നിന്ന് മുട്ടി ഒരു 5-8 വരാൽ, വലിയ വരാൽ മുട്ടി വലയുടെ അടി വഴി പോയായിരുന്നു. എന്നാലും നമ്മൾ ആ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു. കാരണം ഈ കുളം ഇവർ മീൻ കുഞ്ഞുങ്ങൾ ഇടുന്നതിനെക്കാട്ട് മുമ്പേ തൊട്ട് ഈ വലയൊക്കെ ചുറ്റിന് കെട്ടുകയും ഈ പച്ചവിരി ഈ പണിക്ക് എല്ലാത്തിനും ഞാനുള്ളതാണ്. അപ്പം ഇത്രയും കുഞ്ഞുങ്ങളെ ഇട്ടിട്ടേ നമുക്ക് അന്ന് പോലും ഒരു കിൻഡൽ വരാലെങ്കിലും, 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോ വരാലെങ്കിലും കിട്ടിയിരുന്നെങ്കിലും നമുക്ക് പിന്നെയും ഒരു ഇതും ഉണ്ടായിരുന്നു. ഇതന്ന് ഒരു 10-25 കിലോ മീനായി കിട്ടി. അതുകൊണ്ടാണ് ആ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കാരണം ഇപ്പം ഇപ്പം ലീവിന് വന്നപ്പം ഇത് പറ്റിച്ചേക്കാന്ന് വിചാരിച്ചു. അല്ല ഉണ്ണിച്ചാ, ഇത് ഉണ്ണിയാ, അമലും ഉണ്ണിയാ കേട്ടോ. അപ്പം ഉണ്ണി വന്നപ്പം ഇതൊന്ന് പറ്റിച്ചേക്കാന്ന്. എന്നിട്ട് ഞങ്ങൾ പറ്റിച്ചിട്ട് ഞങ്ങൾ നോക്കും. ഇന്നലെ വൈകിട്ട് മോട്ടോർ വെച്ചാണ് 1 മണിക്ക് മോട്ടർ കേടായ, അതാണ് വേറെ കൊണ്ടുവന്നത്. 1 മണിക്ക് കേടായിട്ട് ഞങ്ങൾ 2-3 മണി വരെ നോക്കിയിട്ട് നടക്കാനായിട്ട് ആ ഒരു മോട്ടർ ഇട്ടിട്ട് പോയി. രാവിലെ ഒരു മോട്ടറും കൂടെ കൊണ്ടുവന്ന് മറ്റേ മോട്ടറും റെഡിയാക്കി ഇപ്പോൾ 2 മോട്ടർ വെച്ച് അടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിഞ്ഞേക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 2 അടി വെള്ളം കൂടെ പറ്റാനുണ്ട് കേട്ടോ. 2 അടി വെള്ളം കൂടെ പറ്റാനുണ്ട്. നമ്മളെ ആ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഈ പുരയിടത്തിലൊക്കെ വരാൽ കയറിയായിരുന്നു. ഇനി അങ്ങനെ പോയതാണ്, ഇത് പരസ്പരം പറ്റിച്ചതാണ്, ഒരു പിടിയില്ല അല്ലേ ഉണ്ണി? അപ്പം നമ്മളിനി ഒരു 2 അടി വെള്ളം കൂടെ പറ്റാനുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഈ വലയൊക്കെ മാറ്റി വെച്ച് മീൻ പിടിക്കാൻ തുടങ്ങണം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മളെ കുളം പറ്റി ചെന്നുങ്ങാണ്. നമ്മളെ ശങ്കര ബ്രോ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങ് കിടപ്പുണ്ടല്ലേ, ആ ചെളി വെള്ളത്തിലൊക്കെ കിടപ്പുണ്ട്. നമ്മൾ 25,000 കുഞ്ഞുങ്ങളിട്ട കുളം പറ്റിച്ചിട്ടുള്ളേ. അപ്പാപ്പയൊക്കെ ആദ്യം അപ്പാപ്പയൊക്കെ ആദ്യം ഒന്ന് കൂരിയായിരുന്നു. ആദ്യം ഒന്ന് കൂരി 2 റൗണ്ട് കൂരിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് 2 റൗണ്ട് കൂരിയപ്പം മീൻ കിട്ടാതായപ്പം അപ്പാപ്പിക്കൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട്. നമ്മളെ മീൻ കോരിൻ്റെ കുഴപ്പമാണ് അടുത്തത് മീൻ കിട്ടായിരുന്നൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പറ്റിച്ച് നോക്കിയിട്ട് മീൻ വളരെ കുറവ് കേട്ടോ. നമ്മൾ ഇതിനൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. പക്ഷെ നല്ല താഴ്ചയുണ്ട് കേട്ടോ, നല്ലപോലെ താഴുന്നുണ്ട്. അടിച്ച് നമ്മളെ കുളമാക്കിയിട്ടുണ്ട് കേട്ടോ.
മുട്ടയല്ല അപ്പാപ്പി ഒന്നും എടുത്തോണ്ട് അതെ നശിക്കണേ ആവാ അപ്പാപ്പിനെ അടിച്ച് കൊള്ളാൻ വെച്ചോട്ടെ പക്ഷെ നമ്മൾ വരാനൊന്നും കണ്ടില്ലേ വരാനൊന്നും കണ്ടില്ലേ അതുകൂടാതെ അപ്പാപ്പി ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അപ്പാപ്പിയുടെ മകളെ NSSന്റെ ക്യാമ്പിന് പോയി. അപ്പം കുഞ്ഞിനെ ഒന്ന് കാണാൻ പോകണം. 5 മണിയാകുമ്പോൾ പോകണം. മണി ഇപ്പം 4 ആയി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനങ്ങ് പോകും കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഞാൻ പോകും. നമ്മുടെ ശങ്കർ പോകും. മറ്റേ ആ നീല ടാങ്ക് എടുത്ത് വെക്കാൻ മേലായിരുന്നു. ശങ്കർ ബ്രോ ഉണ്ണിനെ തേടിയാ വരുന്നതല്ല ഉണ്ണിനെ തേടിയാ വരുന്ന ഏതാ ഇവന് നമുക്ക് 200-150 കൊടുക്കാം. ആ എടാ നിന്റെ പേരെന്തുവാ? മനേഷ് ഒന്നത്തിന് ചുമന്ന് കേട്ടാ. ഇത് രണ്ടാമത്തെ എടുക്കുക. ഉണ്ണിയാശി ആ വെള്ളത്തിലിട്ടൊന്ന് ഒന്ന് ആ ചെടി കളഞ്ഞു. ഇത് മീൻ പെട്ടെന്ന് ചീത്തയാവും. ആ അത് കണ്ണിലൊക്കെ അടിച്ചിട്ട് വേറെ കിടക്കുന്നുണ്ട്. മീൻ കിടക്കുന്ന മീൻ കിടക്കുന്നു. ഇതേ അല്ല പോകടാ എടാ ഒന്നും കാണിച്ചോട്ടെ. അഴിച്ച് കുളിപ്പിച്ച് കേട്ടോ. എല്ലാം അഴിച്ചായ അപ്പം നമ്മുടെ നമ്മളെ എപ്പോഴും പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും. സ്ക്രീനൊന്നും തുടയ്ക്കുക കേട്ടോ. നമ്മളെ ഈ 25,000 വരാക്കുഞ്ഞിട്ടിട്ട് അത് മൊത്തം ചാടിപ്പോവുക എന്ന് പറയുമ്പോൾ നമുക്കും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മളെ അമൽബ്രോയുടെ കളർ കൂടി ഇട്ടിരിക്കുന്ന കുളത്തിൻ്റെ. അമൽബ്രോയുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഒരാളുണ്ടായിരുന്നു കേട്ടോ, ഉണ്ണി. അവനും ഉണ്ണി പട്ടാളത്തിൽ. അപ്പം ഉണ്ണിയും അമൽബ്രോയും കൂടെയാണ് ഇവിടുത്തെ മീൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ അമൽബ്രോ ഇല്ല, അമൽബ്രോ എന്തോ കോട്ടയത്തെന്തോ ജോലിയുണ്ട്. അപ്പം പുള്ളി അവിടെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു അവരിട്ടിരിക്കുന്ന മീനിൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും ചോദിക്കുകയായിരുന്നു. അതാണ് നമ്മൾ എന്നെ ഇടിക്കാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, അവരെയൊക്കെ ഇടിക്കുക. അവിടെ എന്തോ വരുന്നുണ്ട്. ആണോ കണ്ണിലടിച്ച എന്തെങ്കിലും നനയാൻ തീരുമാനിച്ചില്ല. കുളിച്ചിറങ്ങി പിടി തട്ട് കോട് ഓടല്ലേ
സഹോദരൻ പേരെന്ത്? ആദിത്യൻ പിടിച്ചു. ആദിത്യൻ ആദ്യമായിട്ടാണോ പിടിക്കുന്നത്? പിടി. അവിടെ വേറെ ഉണ്ടോ പിടി? അത് വരാലാണല്ലോ. അത് വരാല. തല അവിടെയല്ല, അതിന്റെ തൊട്ട് കുറച്ചെണ്ണം കണ്ടു. ആ നേരെ തപ്പ്. എടുത്തിട്. മുന്നോട്ട് തകർക്കുന്നില്ല. അല്ല നീ പിന്നെയും കുഴിയിൽ പോയി വീണ. എടുത്തോ എടുത്തിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ വരാനായിരുന്നു. അവൻ രണ്ടെണ്ണം ഒന്ന് കാണിച്ചാൽ അത് ഹെവിയാണ്. ഞാനും തോന്നുന്നു അവൻ വരാൻ കഷ്ടപ്പാട്. വരാല് ചിലപ്പോ ഈ ചെടി പോയി. ഇല്ല ആ മലനടി ഇല്ല, വലിയ വരാടി ഒന്നുമല്ല. ഇല്ല 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 കിടക്കുന്നുണ്ട്. ഇല്ലേ കണ്ടോടാ, നീ കണ്ടോടാ. ഇല്ലേ ഇല്ലേ ആ എന്താണ് ആരാടാ വിളിക്കുന്ന? ഒന്ന് എടുത്തടാ. ഉണ്ണിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. നീ പിടിക്കടാ. അല്ല ആടിപ്പോത്തില്ലേ? ഒരു ഡ്രമ്മല്ലേ ഡ്രമ്മ്. ഉണ്ണി ഒരു വരാലിനെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ശങ്കര, നീ വീട്ടിലെ നമ്പറിലേക്ക് ഒന്ന് പെട്ടെന്ന് വിളിച്ചു. എപ്പം വിളിച്ചായിരുന്നു? നമ്മളെ സിബിച്ചേട്ടായി വരാലി ചോദിച്ചായിരുന്നു. ഞാനിന്ന് പോയില്ലായിരുന്നു. ശങ്കർ പോയായിരുന്നു. അവനൊരു 5 കിലോ വരാനുണ്ടായിരുന്നു. അവനത് അവിടെ കൊടുത്തായിരുന്നു. ഞാൻ ഈ കുഴിയുടെ വിളിച്ച് നേരത്തെ പറഞ്ഞേ. ഞാനവിടെ ചെന്നു. ചെന്നോ? അവിടെ ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ അനിയനും പോയിട്ട് ചേട്ടനും പോയിട്ടില്ല. ആരും പോയില്ല. അമലിൻ്റെ കുഴിയുടെ അവസ്ഥ എന്താ? 25,000 കുഞ്ഞിനെ ഇട്ട്. ഞാനും പറയില്ല, അന്ന് കോരി എന്ന് പറഞ്ഞില്ലേ.
നോക്കിയാ പറ്റിച്ചിട്ട് വന്നു. ചേട്ടയുടെ പേരെന്നാ? ചേട്ടാ അണ്ണൻ്റെ കൂടെ വന്നാ? വേറെന്തുവാ? പേര് റെജി. റെജി റെജി. വേണ്ടി വന്നാ 35 കിലോമീറ്റർ താണ്ടി. വരാൽ ഇഷ്ടം പോലെ കാണുമെന്ന് പറഞ്ഞു. അതുകൂടാതെ നമ്മളെ ചേട്ടായിക്ക് ഇവിടുത്തെ വരാൽ വേണ്ട, നമ്മളെ അവിടെ ഇത് വളർത്തുന്ന വേണ്ട, അവിടെ നിന്ന് പിടിക്കുന്ന മതി. അപ്പം നമ്മുടെ ശങ്കർ പൂവ പോയായിരുന്നു, ഒരു 5 കിലോ വരാൽ ഉണ്ടായിരുന്നു. അപ്പം ആടാ പറയടാ. അറിയാമല്ലോ. ശങ്കർ പോ. ഒരു വരാനോട് ഞാൻ അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോകും. അപ്പം കൊച്ച് NSSൻ്റെ ക്യാമ്പിലാണ്. അപ്പം കൊച്ചിന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോഴേ ഞാൻ എൻ്റെ ഇളയവരെടുക്കാൻ രണ്ടെടുക്കലും പറഞ്ഞു. അപ്പം ടീച്ചർമാർ പറഞ്ഞ കുട്ടികളെ ആരാൻ വിടല്, മാതാപിതാക്കൾ തന്നെ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് അവിടം വരെ പോകും. അപ്പം ചേട്ടായിയൊക്കെ വരാൽ മേടിക്കാനായിട്ട് വന്നാൽ, പക്ഷെ നമ്മുടെ വരാൽ ഇല്ലാതായിപ്പോയി. ഉണ്ടായിരുന്നു ശങ്കർ പോ കൊണ്ടൊക്കെ കൊടുത്തത്. ശങ്കർ പോ വീഡിയോ എടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക കേട്ടോ. എവിടുന്ന് ഒരു തോർത്തൊക്കെ ഒപ്പിച്ച് ആണ് ചാടി ഇറങ്ങാൻ തയ്യാറായിട്ട് ഇരിക്കുക കേട്ടോ. ഇടയ്ക്ക് സിബി അണ്ണനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. സിബി അണ്ണൻ കൂട്ടുകാരനെ ഞാൻ പോയിച്ചും വരാം. ചെല്ലു പറ്റിച്ചല്ലേ വീടി ചാടി ഉരുട്ടിക്കൂട്ടി അവന് വിടത്തില്ല. വീടി വീടി വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി പാടാ. അതെടുത്ത് അതിനകത്തോട് കുടഞ്ഞാലാ. തകർക്ക് ഓട് ചാട് ആ ഓടും പേടി കരക്കോട്ടറി. ആ അത്രേ ഉള്ള കാര്യം. ഇല്ല അല്ല ഇതിനകത്ത് മീനെ പിറക്കിയിടായിരുന്നല്ലേ. അങ്ങോട്ടാ പോലും ഇതല്ലേ അങ്ങോട്ട് വന്നായിരുന്നു.
നിനക്കൊരു കുഞ്ഞു വരാലിനെ തല. മുറുക്കി പിടിച്ചോ നീ, മാമുക്കി പിടി, പീടി പിടിച്ചോടാ. ആ പിടി, മുറുക്കി പിടി, പിടി. ആ അത്രേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ട്. പോകല്ലേ ചത്ത് കാണും. ഇവിടെ നിന്നാണ് പിടിച്ചത് അങ്ങോട്ട് അടിപ്പോയി. കമ്പൊന്നും വെച്ച് അടിക്കണം. അകത്ത് വേണം. തുടക്കുന്നു. ചെമ്പല്ലി. ആ എന്നാടാ എന്നാ എന്നാടാ താഴ്ച ഇവിടെ ഞാൻ പഠിപ്പിച്ചതല്ലേ പിടിക്കാൻ, പഠിപ്പിച്ചതല്ലേ ഇങ്ങനെ പിടിക്കാൻ, മുറുക്കി പിടിക്കണം.
ഉണ്ടായിട്ടത് ഇവിടെ നിന്നാണ് ഓടിയാണ്. എവിടെ നമ്മള് പോയിട്ടും വന്ന് കേട്ടാ. അതിന്റെ സ്ഥിതി എന്നൊക്കെ ഒരു 5 കിലോ 5 കിലോ അല്ലേ 5 കിലോ വരാല് അവര് കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കിട്ടിയ വളത്തിന് എന്ത് ആ ഇട് ഇപ്പൊ ഇനി ഇട് അതെന്നാലും ഒരു 900 വരെ അത് വരത്തുള്ളൂ. പിടിച്ച് നമ്മളെ ശങ്കർ ബ്രോ എന്തോ പിടിച്ചു കേട്ടാ. ശങ്കർ ബ്രോ എന്തോ പിടിച്ച വരാലും 350 അണ്ണൻ എടുത്തേ. 350 അണ്ണാ. അണ്ണൻ്റെ പേരെന്താ? വർഗീസ്. വർഗീസ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി 2000 രൂപ കേട്ടോ. അണ്ണാ ഓക്കെ കാണാം ചേട്ടായി കാണാം. ഓക്കെ ഓക്കെ ശരി. നിന്റെ പേരെന്തുവാടാ? പേര് പറടാ. വിദ്യുത്ത്. ആ ശങ്കർ ബ്രോ എന്താണ് വെട്ടിക്കുന്ന? ശങ്കർ ബ്രോ ചെമ്പല്ലിയാണോ? മീനും വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. 2 കിലോ ഇപ്പം. അങ്ങനെ തോണ്ടി വിടറാ. അതിന്റെ ഫ്രണ്ടി നീ തപ്പുന്നതിന്റെ ഫ്രണ്ടി. ആ അത് തന്നെ ആ കൈക്ക്. അല്ലല്ല ഇത് ഇവൻ തപ്പുന്ന ഇപ്പുറത്തെ കൈക്കുണ്ട്.
ആ ഇറങ്ങി പേരെന്തുവാ? എന്റെ രാഹുൽ. ആ ഇറങ്ങി. അല്ലാടാ വാ ഇവിടെ വാ. ഇങ്ങോട്ട് അതാ ചേട്ടൻ കൊണ്ടുവരാം. ഉണ്ടാ കിട്ടിയാ കിട്ടിയാ ഇവിടെ ഇവിടെ എടാ വരാല് ഇവിടെ ഇതാ വരാല് ഇവിടെ തന്നെ കോരി ഇറങ്ങാം ടക്ക് ടക്കെന്ന് മതി. മീൻ കുറവല്ലേ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. എടാ ഇല്ല അതൊരു വരാലാടാ. എടാ നീ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിക്കേ. ആ അത് തന്നെ അതിന്റെ തൊട്ടപ്പുറേട്ടാ, തൊട്ട് പുറകു വശത്ത് അത് വരാല. മുന്നോട്ട് മുന്നോട്ട്. ആ തപ്പിക്കോ. ആ നിന്റെ ആ വലത്തെ കൈയുടെ അങ്ങോട്ട് മാറി തപ്പിക്കേ, അങ്ങോട്ട് മാറി തപ്പിക്കേ. ആ വട്ടത്തിൽ നീ ഒന്ന് തപ്പിക്കേ. വരാനുള്ള അവിടെ കേറി. ഇങ്ങനെ വരെ വരത്തില്ല, വരുവാ. അപ്പോഴേ ഇവിടുത്തെ മീൻ പിടുത്തമൊക്കെ അടിച്ച് കേട്ടാ, മീൻ വളരെ കുറവാട്ടാ. ഇപ്പോൾ ശങ്കർ പോയി അപ്പുറം കുളമുണ്ട്, ആ കുളത്തിൽ ഇപ്പോൾ കുളിച്ച് റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരുപാട് ബൈ ബൈ. ഇപ്പോഴും ചെളിക്കകത്ത് ഒന്നും ഒറ്റയൊക്കെ താന്നിരിപ്പുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെന്ന് പറഞ്ഞത് വരാല് ഇതിൻ്റെ അതിൻ്റെ അകത്ത് വരാലുണ്ടെങ്കിൽ ഒരു 15 കിലോ 20 കിലോ വരാലേ കാണത്തുള്ളൂ അല്ലേ? ഒരു 15 കിലോ 20 കിലോ വരാലേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ. പിന്നെ നമ്മളത് അതിൻ്റെ അകത്ത് ആ വളർത്തുന്നുണ്ട്. കണ്ണാത്തിൽ ഇപ്പുറത്ത് തുറന്ന് നിൽപ്പുണ്ടായിരുന്നു, വലിച്ചോണ്ടിരുന്നപ്പോ കണ്ണാത്തില്ല അതിന്റെ ഇപ്പുറത്ത് അടിവശത്ത് ആ ചെളിയിൽ തുറന്നു വെച്ചിരിക്കണം. അല്ല മറ്റേ ഇതില്ലേ, ഞങ്ങൾ അപ്പുറത്തെ കുഴി അടിച്ച് വെച്ചിട്ട് ഈ ഓസ് വഴി കയറി വെള്ളം അടിക്കുന്ന സ്ഥലമില്ല. എടാ അതിന്റെ അകത്ത് ഉണ്ടോ അത് ഈ മോട്ടറിൽ ഈ ഇതില്ലേ അതിന്റെ അടിയിൽ ആ വട്ടവല വെച്ച് കയറണം. ഞാൻ പറയില്ല വട്ടവല അതിന്റെ ഫ്രണ്ട് പോയി നേരെ അത് തന്നെ കിട്ടിയാ? ആ
ഒന്നും കൂടെ മോട്ടർ ഇടാൻ പറഞ്ഞു, കുറച്ച് വെള്ളം കൂടെ പോട്ടെ, ഒന്നും കൂടെ ഇടുവാ. പടിഞ്ഞാപ്പുറാണെങ്കിലാ നേരത്തെ അവൻ തപ്പിയില്ലേ, നേരത്തെ അനങ്ങിന്ന് കണ്ടില്ല. അത് തന്നെ ഇവിടെ ഒരെണ്ണം തല ഒരു ചെറുത് ഇല്ല ഇല്ലേ ഫ്രണ്ടോട്ട് കാല് പോയി, കാല് പോയി. ഇല്ലടാ ഇല്ല തല കാണാം. അത് അതാ ആ എടി ഈട് രണ്ടെണ്ണം കിടക്കും. ആ രണ്ടെണ്ണം കിടക്കും. മൂന്നെണ്ണം. എടാ ഇവിടെ നിന്ന് ഇച്ചിരി തുറന്നുവിടാമെങ്കിൽ ആ വെള്ളം ഇങ്ങോട്ട് വരുവാടാ. അവിടെ ഇച്ചിരി എന്നേ പകഞ്ഞു മാറ്റണം, ആ വെള്ളം ഇങ്ങോട്ട് വന്ന് കൊള്ളു. അപ്പോൾ എന്റെ ആളിയൻ ചെളിയൊന്നും പറ്റിക്കലെന്നും പറഞ്ഞ് നിന്നെ ഇപ്പൊ അതുമായി. പറ്റിച്ചേ അടങ്ങത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തെളിക്കി എല്ലാം കുഞ്ഞം വരാനല്ലേ. മതി, വെള്ളം മാറിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകല്ലേ, അവിടെ കൊണ്ട് വെച്ചിട്ട് കൊടുക്കാല്ലേ, പുറത്ത് കൊടുത്ത് വെച്ചാൽ മതിയല്ലോ. അവിടെ ഇതൊന്ന് പിടിച്ചാ പോരെ. അതുകളില്ലാത്തിട്ടല്ലേ ചൂണ്ടയിടാൻ പോലും നീ പോയിട്ടില്ലേ. ഉണ്ണിയുടെ മോനാണോ ഇത്? ആ ലെവലിൽ കെട്ട്. അല്ലണ്ണ ആ അണ്ണാ എവിടെ പോയണ്ണ? മോനെ കൊണ്ടൊന്ന് പോയതാണ്. കയറിയിട്ടുണ്ട്. എല്ലാം കൂടെ ഉള്ള അത് തൂക്കുമ്പോഴേ രണ്ട് കൈ കൂടെ കൊടുത്തിടും മോനെ, ഇങ്ങനെ അത് തൂക്കം ചിലപ്പോൾ കാണിക്കത്തില്ല. എത്ര 10 കിലോ മേലിലാണെങ്കിൽ ഒത്ത തൂക്കരുത്. താഴെ അതിന് 2 മീനെ പെറുക്കി മാറ്റണം. രണ്ട് മീനെ പെറുക്കി മാറ്റിക്കേ. ആ നിങ്ങൾ സീറോ ആയിരിക്കും, എനിക്ക് സീറോ ആയിരിക്കണം കേട്ടോ. ഇതിന് ബലം കൊടുക്കല്ലേ. ആ ഇനി കഴിച്ചു 7.5 ഉണ്ടാവും. ആണോ 10-10.5 ഉള്ളത്. 10 കിലോ ആണ് അല്ലേ? ഉള്ളു 10 കിലോ ഉള്ളു ഉള്ളു. ഒരു 200 രൂപ മൊത്തം തരുന്നു. ഏതാ മൊത്തം 200 വെച്ചാ വേണ്ട വേണ്ട, അത് കുഴപ്പമില്ല, വെള്ളമൊന്നും വേണ്ട. കൊള്ളാം. നമ്മുടെ ദേഹത്ത് ഈ ചെതുമ്പല് ഞാൻ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ തട്ടി അത് ഒരു ഇതിനകത്ത് എടുത്തിട്ട് തരാം അങ്ങനെ. അത് 10.5 കിലോ ഉണ്ട് കേട്ടോ. അണ അതെടുക്കുക. അപ്പോൾ അവിടെ കുഞ്ഞിൻ്റെ ഇതിലോട്ടൊന്ന് ഇറങ്ങി നേരത്തെ ഇവിടുന്ന് ഒരു കിറ്റ് ചാക്കുണ്ടോ അവിടെ? ചെല്ല് അവിടെ ചാക്കുണ്ടെങ്കിൽ ചാക്കടി, ഇല്ലെങ്കിൽ ഒരു കിറ്റടി.
അതിനകത്തൊരു ചത്ത വരാറുണ്ടായിരുന്നു. അല്ലേ അല്ലേ ആ പറയണ പാസ്പോർട്ട് കുട്ടിക്കകത്ത് വന്നിട്ട് നമ്മൾ പറഞ്ഞ വെയിറ്റ് കാണിക്കുന്നില്ലോളെ ദൈവമേ, അത്ര കിലോ കാണുവാണോ? അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിളിക്കും. പാസ്പോർട്ട് കുട്ടിക്കകത്ത് വന്നിട്ടേ പറഞ്ഞ വെയിറ്റ് കാണിക്കുന്നില്ല നീ. കൊച്ചാപ്പി അമ്മയോടെ പുറകെ കയറിയില്ലേ? വേഗം കയറിക്ക, വേഗം കയറി. അപ്പടെ പുറകെ കയറിക്കും. ഇല്ല, അത് ഞാൻ അടച്ചേക്കാൻ മതി. അവനിപ്പോൾ സെറ്റ് ചെയ്യാം. നമ്മൾ വണ്ടിയൊക്കെ വണ്ടി വിട്ട് അന്നും കാല് വെച്ച് ചവിട്ടി. ഓപ്പറേഷൻ കരിഞ്ഞിരിക്കുന്ന ആക്കുള്ള കേട്ടോ. കിരണൻ